ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ദാവൂദ് ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്കൊന്നും നല്ലതായിട്ട് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത് എപ്പോഴത്തേം പോലെ റിട്ടേൺ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം എന്തായാലും ഇത് റിട്ടേൺ ട്രിപ്പാണ്. ഓക്കെ, എന്തായാലും ഈ മലയുടെ മേളിൽ നിന്ന് താഴോട്ട് വീഴാതെ നമുക്ക് തിരിച്ചു പോകണം. എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നിർത്തിയതാണ് നമ്മുടെ കൊമ്പൻ. എന്നിട്ട് ഇവരെല്ലാം ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ നമ്മളെന്തിനാ ചുമ്മാ നിൽക്കുന്നത്, നമ്മളോട് അങ്ങ് എടുത്ത് ഗൈസ് കൊമ്പൻ്റെ ഫോട്ടോ. ഓക്കെ, അപ്പോൾ നാട്ടിൽ ചെന്നിട്ടൊരു സർപ്രൈസൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഡ്രൈവ് ചെയ്യാം. എന്തായാലും ഈ ഭാഗത്തോട്ട് ഇങ്ങനെ വണ്ടി വരത്തില്ല, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേ വരത്തുള്ളൂ. അതായത് നമ്മുടെ ഈ കൊമ്പൻ കിടക്കുന്ന അങ്ങോട്ട് ഇപ്പം നമ്മൾ നേരെ പോകത്തില്ല, അങ്ങോട്ടേ വണ്ടി പോകത്തേ ഉള്ളൂ, ഇങ്ങോട്ട് വരത്തില്ല. കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല, അതിന് വേറെ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കുന്നത്. അതായത് ഇങ്ങോട്ട് വണ്ടിയൊന്നും വരത്തില്ല, അപ്പം എന്താണ് ബ്ലോക്കൊന്നും ആവത്തില്ലല്ലോ, അതാണ്. അതായത് ഇപ്പം നമ്മൾ പോകുന്ന ഈ ഒരു ദിശയിലോട്ട് മാത്രമേ വണ്ടികൾ പോകത്തുള്ളൂ ഇവിടെ, മറ്റു വണ്ടികളായാലും എല്ലാ വണ്ടികളും. അപ്പം വേറെ അങ്ങോട്ട് കയറാനായിട്ടുള്ള വേറെ വഴിയുണ്ട്. അതാ എനിക്ക് തോന്നുന്നു ഈ വഴി വളരെ ചെറിയ വഴിയല്ലേ, അതുകൊണ്ടായിരിക്കും, വളരെ ചെറിയ വഴിയായതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഒരു സംഭവം വെച്ചേന്ന്. അതാകുമ്പം നല്ല ഇടുങ്ങി അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഇങ്ങനെ 2 വേ ഒക്കെ ആയിരുന്നെങ്കിൽ വണ്ടികൾ അവിടുന്നും ഇവിടുന്നും വന്നുകൊണ്ട് എന്താണ് തിക്കും തിരക്കും ഒക്കെ ആയി. ചില വണ്ടി ഇങ്ങോട്ട് സൈഡിലോട്ട്, നമ്മുടെ താഴെ ഫുള്ള് വലിയ കൊക്കയാണ് താഴെ, അപ്പോൾ ആ കൊക്കയ്ക്കകത്തിലൊക്കെ വീഴുകയും അങ്ങനെ കുറേ ആക്സിഡൻ്റൊക്കെ നടക്കും. അങ്ങനെയൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വൺ വേ ആയിട്ട് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകത്തേ ഉള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടിയൊന്നും വരത്തില്ല. നമ്മൾ വരാറില്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളങ്ങോട്ട് പോയത് വേറെ ഒരു വഴി കൂടാണ്, അപ്പോൾ അതുവഴിയാണ് മറ്റു വണ്ടികൾ പോകുന്നത്. അപ്പോൾ അവിടെ അതുപോലെ വൺ വേ തന്നെയാണ്, അങ്ങോട്ട് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ, ആ വഴിയിൽ കൂടെ തിരിച്ചു പോകാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ലിപ്പൊന്നും തട്ടാതെ കൊണ്ടുപോകണം. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വണ്ടി ഓടിച്ചുകൊണ്ടങ്ങ് പോയേക്കാം. ഓക്കെ, ഇവിടെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ. നമ്മുടെ ഗോവയിലൊക്കെ നമ്മൾ എത്തി, എന്താണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോവുകയാണ്. ഓക്കെ, ലിപ്പൊന്നും തട്ടാതെ കൊണ്ടുപോകണം, അതാണ് നമ്മൾ ഇത്ര സ്ലോ ചെയ്യുന്നത്. ആ പ്രൈവറ്റ് ബസ്സും അതുപോലെ തന്നെ പിക്കപ്പും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി, കാരണം അവന്മാർക്ക് ഇത്ര ലോവേഡായിട്ടല്ലല്ലോ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ലിപ്പും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് അവന്മാർ സ്പീഡിൽ അങ്ങ് പോകുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്, വൺ വേ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സൈഡിൽ മഞ്ഞ് ഇങ്ങോട്ടൊക്കെ ഇടിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഉളങ്ങാണം തട്ടിക്കഴിഞ്ഞാൽ സീനാവും. അങ്ങ് ഏറ്റവും ഫ്രണ്ടിൽ അഘോരി പോകുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാലും ഇനി നമുക്ക് നാട്ടിലെത്തണം. ഇപ്പോൾ ഒരു 12 മണി 1 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഒരു രാത്രി ഒരു 12 മണിയൊക്കെ ആവും നമ്മളവിടെ എത്താനായിട്ട്. ഓക്കെ, എന്തായാലും ഇവിടെ നിർത്തി ഇത്ര സ്ലോയിൽ പോവല്ലേ, അതുപോലെ നിർത്തി ഒരിടത്ത് നിർത്തി ഫോട്ടോ എടുപ്പും, അതുപോലെ ഒരിടത്ത് കഴിക്കാനും നിർത്തണം, അങ്ങനെ കുറേ ഇടത്ത് നിർത്തണം. ഇത് കണ്ട മഞ്ഞ് ഇടിഞ്ഞ് നിൽക്കുന്നുണ്ട് സൈഡിലോട്ട്, അവിടെയൊക്കെ പെട്ട് കഴിഞ്ഞാൽ തീർന്നു. ഇവിടെ മഞ്ഞിടിച്ചിലൊക്കെ ഒരു വട്ടം ഉണ്ടായതാണ്. ഓക്കെ, എന്തായാലും കുറേ ടൈം എടുക്കും നമ്മൾ നാട്ടിലേക്ക് എത്താൻ. ഇനി നമ്മൾ നേരെ കൊണ്ടവരെ ആ സ്കൂളിൽ വിടുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പരമാവധി സ്പീഡിൽ അങ്ങ് പോവാം. ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയതുകൊണ്ടാണ് എല്ലാവരും ഫുഡൊക്കെ അടിച്ചിട്ട് കിടക്കുവാണ്, അതാണ് അവരൊന്നും പാട്ടും കാര്യങ്ങളൊന്നും ഇടാൻ പറയാത്തത്. ക്ഷീണിച്ചൊക്കെ കിടക്കുവാണ്, എല്ലായിടത്തും ഓരോ ഇടത്തൊക്കെ പോയി അങ്ങനെ ക്ഷീണിച്ചൊക്കെ കിടക്കുവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർ ഡാൻസൊന്നും കളിക്കാനായിട്ട് ഒരു മൂഡില്ലാത്തത്. അല്ലെങ്കിൽ പിന്നെ നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പാട്ടൊക്കെ വെച്ച് നമ്മുടെ സബ് വൂഫറും എല്ലാം ഓൺ ചെയ്ത് നമ്മുടെ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാകും, സ്മോക്കൊക്കെ ഇട്ട് സെറ്റാക്കും. ഓക്കെ, അങ്ങനെയാണ്. എന്തായാലും നമുക്ക് നൈറ്റ് ആകുമ്പോൾ എന്തായാലും അടിച്ചുപൊളിയായിരിക്കും. നൈറ്റ് ആകുമ്പോൾ വണ്ടി ഫുള്ള് കുലുക്കമായിരിക്കും, ഫുള്ള് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പൊളിക്കാം. ഓക്കെ, ഇത് കയറ്റം വലിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ദാവൂദണ്ണൻ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ സെക്കൻഡ് ചാനൽ തുടങ്ങിയ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. അപ്പോൾ ജസ്റ്റ് മിസ് ഒരു മരമാണ് വഴിയിലൊക്കെ കൊണ്ടാണ് മരം നട്ടുന്നത്, വാഴകൾ.
അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാനൽ തുടങ്ങിയ കാര്യം പറഞ്ഞോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും തുടങ്ങി നമ്മൾ ഗെയിമിംഗ് ഡ്രൈവർ 2.2 അല്ല, ഗെയിമിംഗ് ഡ്രൈവർ 3.0 എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ട്, ഫോളോ ചെയ്യുക. 2 അക്കൗണ്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അതിനകത്ത് നമ്മൾ അതുപോലെ CPM അതുപോലെ തന്നെ യൂറോ ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പ് അങ്ങനത്തെ ഗെയിമും ഒക്കെ കളിക്കാനാണ് അങ്ങനെ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയത്. ഓക്കെ, ഇതിൽ ഫുള്ള് ബസ്സിഡ് RP സീരീസ് പോലെ നമ്മുടെ ബസ്സിഡിൻ്റെ RP സീരീസ് ഇതിലും, അതുപോലെ തന്നെ ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പ്, അതുപോലെ തന്നെ CPM 1 അതുപോലത്തെ ഒക്കെ ഗെയിമൊക്കെ പറ്റുവാണെങ്കിൽ നമ്മൾ കളിച്ച് അതിൻ്റെ RP സീരീസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ആ സൈഡിലോട്ട് ചരിഞ്ഞ് പോയേനെ. പിന്നെ ഭയങ്കര പാടാണ് അവിടുന്ന് വണ്ടി കയറാനൊക്കെ. എന്തായാലും അവിടെ ഒരു കുഴി പോലാണ് ചെറിയ സൈഡിൽ. ഓക്കെ, ഒരു വട്ടം നമ്മൾ ഗോവ വന്നതാണ്. അന്നും ഇതുപോലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് ഇച്ചിരൂടെ മഞ്ഞുണ്ടായിരുന്നു, ഇപ്പം കുറവാണ്. ഓക്കെ, നമ്മൾ കൂളിങ്ങൊക്കെ ഈ വണ്ടിക്ക് നല്ല കൂളിങ്ങൊക്കെ അടിച്ചത്, കൂൾ ഫിലിമൊക്കെ അടിച്ച് കയറ്റി. ഫുള്ള് ബ്ലാക്ക് കളറാണ്. നമ്മുടെ നൈറ്റ് ഓടിക്കാനൊക്കെ നല്ല പാടാണ്. ഓക്കെ, എന്തായാലും ലൈറ്റൊക്കെ കത്തിച്ച് നമ്മൾ ഫുള്ള് ലൈറ്റൊക്കെ ബ്രൈറ്റിലിട്ടിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് അഗോരിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവനെ ഓവർടേക്ക് ചെയ്ത് കയറണം നമുക്ക്. ഓക്കെ, എന്തായാലും ഇവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ്. കാരണം ചെറിയ വഴിയൊക്കെയാണ്. അതുപോലെ മഞ്ഞ് ഇവിടെ നമ്മൾ വണ്ടി കയറ്റുമ്പോഴായിരിക്കും ആ ഭാഗം മഞ്ഞിടിഞ്ഞങ്ങ് താണു പോകുന്നത്. അതും ഒരു ചെറിയ പേടിയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഓടിക്കാൻ പറ്റൂ. ഓക്കെ, ജസ്റ്റ് ഇവിടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു മഞ്ഞിടിച്ചിലും എല്ലാം കാണുമെന്ന്. ഓക്കെ, എന്തായാലും നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കൊമ്പൻ ദാവൂദ് അഗോരിയെ പൊട്ടിച്ചു. ഓക്കെ, എന്തായാലും നമ്മൾ ഇങ്ങോട്ടാണ് വളച്ച് കയറ്റേണ്ടത്. ഓക്കെ, ലിപ്പൊന്നും തട്ടാതെ. ഓക്കെ, അങ്ങനെ നമ്മൾ ലിപ്പൊന്നും തട്ടാതെ കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റിലേക്ക് വളച്ച് കയറ്റിയിട്ടുണ്ട്. ഈ ഒരു വഴി കൂടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് എത്തും, നമ്മുടെ ഗോവയുടെ. അവിടെ നിന്ന് നേരെ നമുക്ക് കേരളത്തിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, ബാംഗ്ലൂർ വഴിയൊക്കെ. ബാംഗ്ലൂർ നമ്മുടെ 2 ചെക്കന്മാർ കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നൈറ്റായിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഫുള്ള് വൈബാണ്, ഫുള്ള് ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. ഇത് കണ്ടില്ല, നമ്മുടെ കൊമ്പൻ ദാവൂദ് ബാക്കിൽ കിടന്ന് ലൈറ്റൊക്കെ ഇട്ട് സീനാക്കുന്നുണ്ട്. ഫുള്ള് പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര വൈബായിരുന്നു ഗൈസ്. നമ്മൾ അവിടുന്ന് ആ മെയിൻ റോഡ് കയറിയപ്പോൾ തൊട്ടേ ഭയങ്കര അടിപൊളി സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ ഡീസൽ അടിക്കാനൊക്കെ ഒന്ന് നിർത്തിയതാണ്. എല്ലാവരും നൈറ്റിലെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഫുഡടിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഡീസൽ അടിക്കാനും ഇവിടേക്ക് വന്നതാണ്. ഓക്കെ, എന്തായാലും അവരുടെ സ്കൂളും കാര്യങ്ങളൊക്കെ അടുത്തു. ഓക്കെ, ഇവിടെ അടുത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പെട്രോൾ പമ്പിലോട്ട് കയറി ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ അടുത്തില്ലേ, അപ്പം കുറച്ച് നേരം കൂടെ നമ്മളിവിടെ നിർത്തിക്കൊടുത്തതാണ്. ടൂറ് കഴിഞ്ഞില്ലേ, എന്തായാലും ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ജസ്റ്റ് കുറച്ച് നേരം കൂടെ ഒന്ന് നിർത്തിക്കൊടുത്തതാണ്, പാട്ടൊക്കെ ഇട്ട്. എന്തായാലും ഇനി നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാം. നമ്മളെന്തായാലും കണ്ടിന്യൂസ് അവിടെ നിന്ന് ഇവിടം വരെ ഡ്രൈവ് 6-7 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കാനൊക്കെ വിചാരിച്ചൊന്ന് ഇറങ്ങി നടന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സ്കൂളിലേക്ക് പോവാം. ഓക്കെ, ഇവിടുന്ന് വളച്ചെന്തായാലും റോഡിലേക്ക് ഇറക്കണം. ഓക്കെ, അപ്പം അവിടെ അതുവഴിയുള്ളവരെയൊക്കെ നമുക്ക് ഇറക്കാനാണ് പ്ലാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൻ്റെ നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ ആരെങ്കിലും ഇറക്കാനുണ്ട്, അവരെയൊക്കെ ഇറക്കിയിട്ട് അങ്ങ് പോകാനാണ് പ്ലാൻ. എന്തായാലും ചോദിച്ച് നോക്കാം നമുക്ക്. ഓക്കെ, എന്തായാലും അപ്പുറത്താണ് സ്കൂൾ. നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകണം. ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പുറത്തെ വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞ് കിടക്കുന്നു. ഓക്കെ, നമ്മൾ 2 ദിവസം ഇവിടെ ഇല്ലാത്തപ്പം മഴയൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഒരു പ്രൈവറ്റ് ബസ്സൊക്കെ ഫ്രണ്ടിൽ കിടന്ന് എഴയുന്നുണ്ട്. എന്തായാലും നമുക്ക് പാസ് അടിച്ചങ്ങ് കയറിയേക്കാം. ഓക്കെ അത് ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. അവിടെ ആയിട്ടാണ് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നാട്ടിൽ ചെന്നിട്ടൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കാം. ഓക്കെ
എന്തായാലും നമ്മൾ ഇവിടെ ഈ കാണുന്ന സ്കൂളാണ്, ഈ സൈഡിലായിട്ട് കാണുന്ന അയ്യോ ഗൈസ് നമ്മൾ ബ്രേക്ക് കിട്ടിയില്ല. ജസ്റ്റ് നൈസായിട്ട് ആ ഇന്നോവക്കാരനെ എടുത്തിട്ട് ചാമ്പി. എന്തായാലും അങ്ങാര് ഹസാഡൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് നൈസായിട്ട് മുങ്ങാം. ഓക്കെ, ആ 1S പോട്ടെ, അത് കഴിഞ്ഞ് അതുവഴി അങ്ങ് കയറാം. ആ എയ്സും ഉണ്ട്, നാശം പിടിക്കാനായിട്ട്. ആ 1Sഉം എയ്സും കൂടെ അങ്ങ് പോയിരുന്നെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് കയറി അങ്ങ് പോയാൽ മതി. ഓക്കെ എന്തായാലും ആ ഇന്നോവക്കാർ നമ്മളെ തെറി വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് പോവാം. ഓക്കെ, ഇങ്ങോട്ടങ്ങ് കയറിയേക്കാം. ഓക്കെ, നൈസായിട്ട് നമുക്ക് ചേട്ടാ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. എന്തായാലും നമുക്കത് ഇതാണ് നമ്മുടെ സ്കൂള്, നമുക്ക് ഇങ്ങോട്ട് വണ്ടി കയറ്റാം. ഓക്കെ പോരട്ടെ. ഓക്കെ, അതെ ഇതാണ് നമ്മുടെ സ്കൂള്. ഓക്കെ, ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ വണ്ടി അകത്തോട്ടൊന്ന് കയറ്റുന്നേ, കുഴപ്പമില്ല, വണ്ടിയുടെ ലൈറ്റ് ഉണ്ടല്ലോ, അത് മതി. ഓക്കെ അയ്യോ കയറത്തില്ല, റിവേഴ്സിൽ എടുക്കേണ്ടി വരും. അന്ന് നമ്മളിവിടെ ഒറ്റ റിവേഴ്സ് ഒന്നും എടുക്കാതെ ഒറ്റയടിക്ക് ഓടിച്ചങ്ങ് കയറ്റി. ഓക്കെ, എന്നിട്ടാണ് അവിടെ നിന്ന് പിള്ളേരെ എല്ലാം എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അത് നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടില്ലായിരുന്നു. അന്ന് പോസ് ചെയ്ത് എല്ലാവരും കയറ്റി അവിടെ എത്തിയിട്ടാണ് പോകുന്ന വഴിക്കാണ് നമ്മൾ വീഡിയോ ഒക്കെ ഓൺ ചെയ്തത്. ഓക്കെ, എന്തായാലും നമുക്ക് സ്കൂളിൻ്റെ ഫ്രണ്ടിലോട്ട് വണ്ടി അങ്ങ് ഇടാം. ഓക്കെ, എന്തായാലും ഹോൺ അടിച്ചങ്ങ് കയറാം, ആരെങ്കിലും ഒക്കെ ഉണ്ടേ വരട്ടെ. ഓക്കെ, നമ്മൾ ഹോൺ അടിച്ച് ഇങ്ങനെ കയറുമ്പം അവിടെ ഉറങ്ങിക്കിടക്കുന്നവരുണ്ട് എഴുന്നേറ്റ് വരും. അവർ വന്ന് ലൈറ്റ് ഇടുകയൊക്കെ ചെയ്യും നമ്മുടെ സ്കൂളിൻ്റെ. ഓക്കെ, എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് വണ്ടി നിർത്താം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലിടുക. എന്നാലേ ഞാൻ ഇടുന്ന ഇതുപോലത്തെ കിടിലം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോറൊക്കെ തുറന്നു കൊടുത്തു. എല്ലാ എണ്ണം ഇറങ്ങടാ. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് വെളിയിൽ ഇറങ്ങാം വണ്ടിയുടെ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെക്കൻഡ് ചാനലും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും എല്ലാം ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, അപ്പം ബൈ.